സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. CV നിർമ്മലയുടെ മിഴിയോരം അവസാന ഭാഗം. മറ്റന്നാൾ കുട്ടികൾ കോടതിയിൽ ഹാജരാക്കപ്പെടുന്നില്ലെങ്കിൽ കോടതിയിൽ നിന്നും അങ്ങനെ ഒരു ഉത്തരവ് ഉണ്ടായേ തീരൂ. പക്ഷേ മറ്റന്നാൾ കാലത്ത് 11 മണിക്കാണ് കോടതി കൂടുക. കേസ് വിളിച്ച് അതിന്മേലൊരു ഉത്തരവ് പുറപ്പെടുവിക്കുമ്പോഴേക്കും ഫ്ലൈറ്റ് ഇവിടെ നിന്നും പുറപ്പെട്ട് കഴിഞ്ഞിരിക്കും. ശ്രീനിവാസൻ അമർത്തി മൂളി. എന്നിട്ട് ആലോചനയോടെ മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി. വിമല നെഞ്ചുപൊട്ടുന്ന ഉദ്യോഗത്തോടെ അയാളെ തന്നെ നോക്കിയിരുന്നു. ശ്രീനിവാസൻ സിഗരറ്റ് പുകച്ചുകൊണ്ട് സിറ്റൗട്ടിലേക്കും അവിടെ നിന്ന് മുറിയിലേക്കും നടന്നുകൊണ്ടിരുന്നു. മുറിക്കുള്ളിലെല്ലാം പുക. വിമലയ്ക്ക് ശ്വാസം മുട്ടി. ആശ്രയ സിഗരറ്റ് കുറ്റികൾ കൊണ്ട് നിറഞ്ഞു. ജയശങ്കർ മേശമേൽ കൈമുട്ടുകൾ ഊന്നി നെറ്റി കൈത്തലത്തിൽ താങ്ങിയിരിക്കുകയാണ്. ഒരു കാര്യം ചെയ്യാം, ശ്രീനിവാസൻ ജയശങ്കറിൻ്റെ അടുത്ത് വന്നു പറഞ്ഞു. ജയശങ്കർ ഇന്ന് തന്നെ കേരളത്തിലേക്ക് തിരിച്ചു പോവുക. ഫ്ലൈറ്റ് ടിക്കറ്റിൻ്റെ കാര്യം ഉറപ്പാണല്ലോ. ഞാൻ അവിടെ ചെന്നിട്ട് എന്ത് കാര്യം? ജയശങ്കർ ആകാംക്ഷാഭരിതനായി. അവിടെ കുറച്ചധികം ചെയ്യാനുണ്ട്. 21-ാം തീയതി 11 മണിക്ക് കോടതി കൂടുമ്പോൾ വിമലയുടെ കേസ് ആദ്യം വിളിക്കാൻ ഏർപ്പാടാക്കണം. പ്രതികൾ വിമലയുടെ കുട്ടികളെ ഹാജരാക്കിയില്ലെന്ന് ഉറപ്പാണല്ലോ. എൻ്റെ ജൂനിയറായി വർക്ക് ചെയ്തിരുന്ന ഒരു പ്രസന്നനുണ്ട്, സമർത്ഥനാണ്. കേസ് അയാളെ ഏൽപ്പിക്കണം. എൻ്റെ താല്പര്യമാണെന്ന് പറഞ്ഞാൽ മതി. അയാളത് കൈകാര്യം ചെയ്തുകൊള്ളും. കുട്ടികളെ ഇന്ന് തന്നെ വിമാനമാർഗം വിദേശത്തേക്ക് കടത്താൻ സാധ്യതയുള്ളതായി അറിവ് കിട്ടിയിട്ടുണ്ടെന്നും ആയതിനാൽ ഇന്ത്യയിൽ എവിടെ വെച്ചും പ്രതികളെ അറസ്റ്റ് ചെയ്യാനും കുട്ടികളെ കസ്റ്റഡിയിലെടുക്കാനും കോടതി പ്രത്യേക ഉത്തരവ് പുറപ്പെടുവിക്കേണ്ടതാണെന്ന് അയാൾ കോടതിയെ ബോധ്യപ്പെടുത്തിയിരിക്കണം. അതിന് നിങ്ങൾ പോലീസുകാർക്ക് എളുപ്പവഴി വല്ലതുമുണ്ടെങ്കിൽ അതും സ്വീകരിക്കാം. ജയശങ്കർ കാര്യങ്ങൾ ശരിക്കും മനസ്സിലാകാത്ത മട്ടിൽ തലയാട്ടി. എന്തായാലും പ്രതികളെ അറസ്റ്റ് ചെയ്യാനും കുട്ടികളെ കസ്റ്റഡിയിലെടുക്കാനുമായിരിക്കും കോടതി ഉത്തരവ്. 11:30-ക്ക് ഇത് കഴിഞ്ഞു കിട്ടിയാൽ കോടതിയിൽ നിന്ന് ഉത്തരവിൻ്റെ പകർപ്പ് വാങ്ങി ബോംബെക്ക് ഫാക്സ് ചെയ്യാൻ ഏർപ്പാടാക്കണം. അതിനകം ഫാക്സിമിലി സൗകര്യമുള്ള ഏതെങ്കിലും ഹോട്ടലിലേക്ക് നമ്മൾ താമസം മാറ്റിയിരിക്കും. 11:45-ന് ഫാക്സ് ഇവിടെ കിട്ടിയാലും നമുക്ക് സമയമുണ്ട്. എയർപോർട്ടിലെത്താൻ 15 മിനിറ്റ്. എയർപോർട്ട് അതോറിറ്റിയെ വിവരമറിയിക്കാനും തുടർന്നുള്ള നീക്കങ്ങൾക്കും 10 മിനിറ്റ്. 12:30-നാണ് ടേക്ക് ഓഫ്. ഇങ്ങനെ അളന്നു മുറിച്ച് ഒരു ക്ലിപ്ത സമയത്തിനുള്ളിൽ ചെയ്യാവുന്ന കാര്യങ്ങളാണോ ഇതെല്ലാം? ജയശങ്കർ ആശങ്ക പ്രകടിപ്പിച്ചു. ചെയ്യാൻ ശ്രമിക്കണം. അതിനുവേണ്ടി കഴിവിൻ്റെ 100% ഉപയോഗിക്കണം. നമുക്ക് അതല്ലേ നിവൃത്തിയുള്ളൂ. ജയശങ്കർ ഒരു മനക്കണക്ക് കൂട്ടി നോക്കി. ശ്രീനി പറഞ്ഞതുപോലെ വേറെ മാർഗമൊന്നുമില്ല. 1 മണിക്കൂറിനുള്ളിൽ ജയശങ്കറിൻ്റെ ടിക്കറ്റ് ഹോട്ടൽ മുറിയിലെത്തി. ഇനി ഇവിടെ നിന്ന് താമസം മാറുന്നതാണ് ഭംഗി, ശ്രീനിവാസൻ പറഞ്ഞു. സഹർ ഇൻ്റർനാഷണൽ എയർപോർട്ടിന് സമീപമുള്ള ഒരു ഹോട്ടലിലേക്ക് അപ്പോൾ തന്നെ അവർ താമസം മാറ്റാനുള്ള ഏർപ്പാടുകൾ ചെയ്തു. വിമലയെയും ശ്രീനിവാസനെയും ഹോട്ടലിൽ എത്തിച്ച ശേഷം ജയശങ്കർ സാന്താക്രൂസിലേക്ക് തിരിച്ചു. യാത്ര അയക്കാൻ ശ്രീനിവാസനും വിമലയും ചെല്ലാമെന്ന് പറഞ്ഞുവെങ്കിലും ജയശങ്കർ അത് വിലക്കി. ആരെങ്കിലും നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് നിശ്ചയമില്ല. അധോലോകത്തിൻ്റെ കണ്ണുകൾ എല്ലായിടത്തുമുണ്ട്. ഒരിടത്തും മനഃപൂർവ്വം ചെന്നുപെടേണ്ട. കഴിവതും പുറത്തിറങ്ങാതിരിക്കുക. ജയശങ്കർ നാളെ തന്നെ മടങ്ങണം, ശ്രീനിവാസൻ ഓർമ്മിപ്പിച്ചു. കൊച്ചിയിൽ വിമാനമിറങ്ങിയ ഉടൻ അടുത്ത ദിവസത്തേക്കുള്ള റിട്ടേൺ ടിക്കറ്റ് ഓക്കെ ആക്കുകയാണ് ജയശങ്കർ ആദ്യം ചെയ്തത്. വീട്ടിലെത്തിയ ശേഷം ജയശങ്കർ സത്താറിനെയും ജോർജ് ആൻ്റണിയെയും വിളിച്ചു വരുത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. മധുരരാജപ്പൻ ഇപ്പോഴും പോലീസ് കസ്റ്റഡിയിലുണ്ട്. സുന്ദരരാജനെ രഹസ്യമായി വക്കീൽ ശ്രീനിവാസൻ്റെ വീട്ടിൽ അടച്ചിട്ടിരിക്കുകയാണ്. അവിടെ കാവലുണ്ട്. ഇതുവരെ ആർക്കും സംശയങ്ങളൊന്നുമില്ല. വിക്രമൻ തമ്പിയുടെ വീട് ഇപ്പോഴും പോലീസിൻ്റെ നിരീക്ഷണത്തിലാണ്. അവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ ആരെങ്കിലും വരികയോ പോവുകയോ ചെയ്തിട്ടില്ല. ജയശങ്കർ ബോംബെയിലെ സംഭവവികാസങ്ങൾ മുഴുവൻ സത്താറിനെയും ജോർജ് ആൻ്റണിയെയും അറിയിച്ചു. 21-ാം തീയതി അവർ പൂർത്തിയാക്കേണ്ട ദൗത്യത്തെക്കുറിച്ചും വിശദീകരിച്ചു. അനന്തരം ജയശങ്കർ ഗുമസ്തൻ സുഗണനുമായി ഫോണിൽ ബന്ധപ്പെട്ടു. ജയശങ്കർ ആവശ്യപ്പെട്ടതനുസരിച്ച് കേസ് ഫയലുമായി അയാളെത്തി. അതിൻ്റെ പകർപ്പ് എടുപ്പിച്ചുകൊണ്ട് ജയശങ്കർ അഡ്വക്കേറ്റ് പ്രസന്നനെ ചെന്ന് കണ്ടു. ശ്രീനിവാസൻ പ്രസന്നനെ ഏൽപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ദൗത്യത്തെക്കുറിച്ച് പറഞ്ഞു. അത് ഏറ്റെടുക്കുന്നതിൽ അഡ്വക്കേറ്റ് പ്രസന്നന് സന്തോഷമേ ഉണ്ടായിരുന്നുള്ളൂ. ജയശങ്കർ അന്ന് തന്നെ SP-യെ ചെന്ന് കണ്ട് സംസാരിക്കുകയുണ്ടായി. രാത്രിയിൽ പത്ര റിപ്പോർട്ടർ രാമചന്ദ്രൻ ജയശങ്കറെ കാണാനെത്തി. രാത്രി വളരെ വൈകുന്നതുവരെ രണ്ടുപേരും ഇരുന്ന് സംസാരിച്ചു. രാമചന്ദ്രൻ രാത്രി 1 മണിക്ക് മടങ്ങി. 20-ാം തീയതി ജയശങ്കർ രാവിലെ തന്നെ വിമലയുടെ കുട്ടികളെ കാണാതായ കേസ് നടക്കുന്ന കോടതിയിലെത്തി. ബെഞ്ച് ക്ലാർക്ക് KC ചാക്കോയെ കണ്ട് ചില കാര്യങ്ങൾക്ക് ശട്ടം കിട്ടി. ഓഫീസ് മുറിയിലും ചിലരെ കാണേണ്ടുന്നുണ്ടായിരുന്നു.
കൊച്ചിയിൽ തൻ്റെ ജോലി പൂർത്തിയാക്കിയ ശേഷം എല്ലാം ഭദ്രമാണെന്ന് ഉറപ്പുവരുത്തി ജയശങ്കർ എയർപോർട്ടിലെത്തി. ഫ്ലൈറ്റ് നിർദ്ദിഷ്ട സമയത്തേക്കാൾ 1 മണിക്കൂർ വൈകിയാണ് പുറപ്പെട്ടത്. ബോംബെയിൽ വിമാനമിറങ്ങി ശ്രീനിവാസനും വിമലയും താമസിക്കുന്ന ഹോട്ടലിൽ അയാൾ എത്തുമ്പോഴേക്കും രാത്രിയായിരുന്നു. കുഴപ്പമൊന്നുമില്ലല്ലോ ജയശങ്കർ? കണ്ടപാടെ ശ്രീനിവാസൻ ചോദിച്ചു. ഇല്ല, ഇവിടെയോ? ഞങ്ങൾ റൂമിന് വെളിയിൽ ഇറങ്ങിയിട്ടില്ല. നന്നായി. കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞുറപ്പിച്ചതുപോലെ തന്നെ. ഒരു പഴുതുമില്ല. അങ്ങനെ കരുതുക. ശ്രീനിവാസൻ ദീർഘനിശ്വാസം അയച്ചു. 3 പേരും അതിരാവിലെ ഉണർന്നു. 3 ഉറങ്ങിയില്ല എന്നതായിരുന്നു സത്യം. 8 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. 3 പേരും എങ്ങോട്ട് പുറപ്പെടാനും തയ്യാർ. വിമല ഉണർന്നപ്പോൾ മുതൽ അപേക്ഷാഭാവത്തിൽ 2 പേരെയും മാറി മാറി നോക്കുകയാണ്. നിർണായക ദിനമാണിതെന്ന് അവൾക്കറിയാം. തൻ്റെ കുട്ടികളെ തിരിച്ചു കിട്ടുകയോ എന്നേക്കുമായി നഷ്ടപ്പെടുകയോ ചെയ്യുന്ന ദിവസം. ശ്രീനിവാസിൻ്റെയും ജയശങ്കറിൻ്റെയും മുഖം വല്ലാതെ മുറുകി കാണപ്പെട്ടു. 2 പേരും ഒന്നും സംസാരിക്കുന്നില്ല. 10 മണിക്ക് ശ്രീനിവാസനും ജയശങ്കറും വെളിയിലിറങ്ങി. ശ്രീനിവാസൻ പോയി ഒരു ടാക്സി വിളിച്ചുകൊണ്ട് വന്ന് ഹോട്ടലിന് മുന്നിലിട്ടു. ഏത് നിമിഷവും എയർപോർട്ടിലേക്ക് പുറപ്പെടാൻ തയ്യാർ. വണ്ടി ഓടിയാലും ഇല്ലെങ്കിലും ഉച്ചവരെയുള്ള ഓട്ടോ കൂലി കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ടാക്സി ഡ്രൈവർക്ക് സന്തോഷമായി. ജയശങ്കർ ടെലിഫോണിലൂടെ കൊച്ചിയുമായി ബന്ധപ്പെട്ടു. സത്താറും ജോർജ് ആൻ്റണിയും അഡ്വക്കേറ്റ് പ്രസന്നനുമെല്ലാം ഉഷാറായി രംഗത്തുണ്ട്. സത്താറിനെ വിളിച്ച് ഹോട്ടലിലെ ഫാക്സ് നമ്പർ ഒന്നുകൂടി ഉറപ്പാക്കിക്കൊള്ളാൻ നിർദ്ദേശിച്ചു. എല്ലാവരും അവരവരുടെ പൊസിഷനുകളിൽ കർമ്മസന്നദ്ധരായി യുദ്ധസജ്ജരായി നിലകൊള്ളുന്നു. ഹോട്ടലിൽ ഏതു നിമിഷവും ഫാക്സ് സന്ദേശം സ്വീകരിക്കാൻ തയ്യാറായി ഇരുന്നു കൊള്ളണമെന്ന് ശ്രീനിവാസനോട് നിർദ്ദേശിച്ചിട്ട് ജയശങ്കർ ടാക്സിയിൽ എയർപോർട്ടിലേക്ക് പോയി. ഇമിഗ്രേഷൻ കൗണ്ടറിലെത്തിയ ജയശങ്കർ രാജേന്ദ്രബാബുവിനെ കണ്ടുപിടിക്കുകയാണ് ആദ്യം ചെയ്തത്. രാജേന്ദ്രബാബു ജയശങ്കറെ കണ്ട് അത്ഭുതപ്പെട്ടു. താങ്കൾ കേരളത്തിലേക്ക് തിരിച്ചു പോയില്ലേ? ഫ്ലൈറ്റ് ടിക്കറ്റ് ഞാൻ... താങ്ക് യു രാജേന്ദ്രബാബു. ഞാൻ കേരളത്തിൽ പോയി. ഇന്നലെ വീണ്ടും തിരിച്ചു വന്നു. എനിക്ക് താങ്കളുടെ സേവനം ആവശ്യമുണ്ട്. ഞാൻ എന്ത് ചെയ്യണം? എൻ്റെ തലയും തൊഴിലും നഷ്ടപ്പെടാത്ത എന്ത് സഹായവും ചെയ്യാം. 12:30 ഫ്ലൈറ്റിലെ യാത്രക്കാരെല്ലാം ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ മണി 10:30 കഴിഞ്ഞ് കാണണമല്ലോ. 3 മണിക്കൂർ മുൻപ് റിപ്പോർട്ട് ചെയ്യണമെന്നാണ് ചട്ടം. ആ 3 കുട്ടികളും ഗിൽബർട്ട് ദമ്പതികളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? ഇല്ല, അവർ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഇനി റിപ്പോർട്ട് ചെയ്താലും മതി. നീതി നിയമങ്ങളെ ഭയക്കുന്നവർ അവസാന നിമിഷം വരെ കാത്തിരിക്കും. തടസ്സം കൂടാതെ കടന്നു പോകാനുള്ള തന്ത്രമാണ്. ഇവിടെ അത് അനുവദനീയമാണോ? ചില VIP കൾക്ക് അരമണിക്കൂർ മുൻപും റിപ്പോർട്ട് ചെയ്യാം, എയർപോർട്ട് അതോറിറ്റിയുമായുള്ള ഊഷ്മള ബന്ധമനുസരിച്ച്. എങ്കിൽ ഒരു ഉപകാരം ചെയ്യുമോ? ഞാൻ ഇടയ്ക്ക് വിളിക്കാം. അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വിവരം ഒന്ന് അറിയിക്കുമോ? ഞാനിവിടെ നിൽക്കുന്നത് ശരിയാവുകയില്ല. ഒരുപക്ഷെ അവരുടെ ഏജൻറ്റുമാർ രംഗനിരീക്ഷണത്തിന് എത്തിയിട്ടുണ്ടായിരുന്നിരിക്കണം. ഞാൻ പറഞ്ഞല്ലോ, എന്നെക്കൊണ്ട് കഴിയുന്ന എന്ത് സഹായവും ചെയ്യുമെന്ന്. ഓക്കെ, താങ്ക് യു. ജയശങ്കർ അപ്പോൾ തന്നെ ഹോട്ടലിലേക്ക് മടങ്ങി. 11 മണി. ശ്രീനിവാസൻ ടെലിഫോണിലൂടെ അഡ്വക്കേറ്റ് പ്രസന്നനുമായി ബന്ധപ്പെട്ടു. കോടതി അരമണിക്കൂർ വൈകുമെന്ന് കേൾക്കുന്നു. പ്രസന്നൻ പറഞ്ഞു. രാവിലെ ടൗണിൽ ജാഥയോ പിക്കറ്റിങ്ങോ മറ്റോ ഉണ്ട്. ജഡ്ജിയുടെ കാർ ട്രാഫിക്കിൽ പെട്ടുപോയി. വൈകാതെ എത്തിയേക്കും. അവസാന നിമിഷം എല്ലാം തുലയ്ക്കുമോ? ജയശങ്കർ കൈകൾ കൂട്ടുതിരുമ്മി. 11:15 മണി. ജയശങ്കർ എയർപോർട്ടിലേക്ക് വിളിച്ചു. ഇതുവരെ ഗിൽബർട്ടും ദമ്പതികളും കുട്ടികളും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് മറുപടി. 11:25 ശ്രീനിവാസൻ വീണ്ടും പ്രസന്നനെ വിളിച്ചു. കോടതി കൂടുകയാണ്. 5 മിനിറ്റിനുള്ളിൽ. ശ്രീനിവാസൻ ആശ്വാസ നിശ്വാസം പൊഴിച്ചു. ജയശങ്കർ വീണ്ടും രാജേന്ദ്രബാബുവുമായി ബന്ധപ്പെട്ടു. 2 മിനിറ്റ് മുമ്പ് അവർ ചെക്ക് ഇൻ ചെയ്ത് ഡിപ്പാർച്ചർ ലോഞ്ചിലേക്ക് പോയിട്ടുണ്ട്. മറുപടി. അഡ്വക്കേറ്റ് പ്രസന്നനും ജോർജ് ആൻ്റണിയും സത്താറുമെല്ലാം കോടതി മുറിയിൽ ചേംബറിലേക്ക് കണ്ണും നട്ട് കാത്തു നിൽക്കുകയായിരുന്നു. വിമലയുടെ കുട്ടികളെ കാണാതായ കേസ് ആദ്യം വിളിക്കണമെന്ന് ബെഞ്ച് ക്ലാർക്കിനെ ശട്ടം കെട്ടി കേസ് ഫയൽ എടുത്ത് മുകളിൽ തന്നെ വെച്ചിട്ടുണ്ട്. 11:15 മണിക്ക് ബെഞ്ച് ക്ലാർക്ക് KC ചാക്കോ കോർട്ട് ഹാളിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് കണ്ടു. 11:30 മണി. കോടതി കൂടുകയാണെന്ന ഒരറിയിപ്പുണ്ടായിട്ടെന്ന വണ്ണം കോടതി വരാന്തയിലെയും കോർട്ട് ഹാളിലെയും അടക്കിപ്പിടിച്ച സംസാരത്തിൻ്റെ ഇരമ്പവും കുശൂശിപ്പും നിലച്ചു. ബെഞ്ച് ക്ലാർക്ക് കോർട്ട് ഹാളിലേക്ക് കടന്നു വന്നു. കറുത്ത കോട്ടുകളിട്ട് നിർവികാരരായിരിക്കുന്ന വക്കീലന്മാരുടെ ഡെസ്കുകളിലേക്ക് നോക്കി. പ്രസന്നൻ ആശങ്കയോടെ എഴുന്നേറ്റ് ബെഞ്ച് ക്ലാർക്കിനരികിൽ ചെന്നു. എന്താ പ്രശ്നം? പ്രസന്നൻ ഉദ്വിഗ്നനായി. നമ്മുടെ കേസ് ഇന്ന് വിളിക്കാനൊക്കുമെന്ന് തോന്നുന്നില്ല. നോ. പ്രസന്നൻ്റെ ഒച്ച അറിയാതെ ഉയർന്നു. നിങ്ങളോട് ഇതാര് പറഞ്ഞു? ഇതെന്താ കുട്ടിക്കളിയാണെന്ന് വിചാരിച്ചോ? സാർ, ക്ഷോഭിച്ചിട്ട് എന്ത് കാര്യം? ജലസേചന വകുപ്പ് മന്ത്രി KP നായരുടെ പേരിലൊരു റിട്ട് ഹർജി വന്നത്. അർജൻറ്റായി ഫയലിൽ സ്വീകരിച്ച് വാദം കേൾക്കാൻ പോകുകയാണ്. നിങ്ങളുടെ കഷ്ടകാലത്തിനത് ഈ ഡിവിഷൻ ബെഞ്ചിലാണ് വന്നു പെട്ടതും.
എന്ത് റിട്ട് ഹർജി? ഇതാദ്യം വിളിച്ചില്ലെങ്കിൽ ആകാശം ഇടിഞ്ഞു വീഴാൻ പോകുന്നോ? ബെഞ്ച് ക്ലാർക്ക് കാര്യങ്ങൾ ചുരുക്കി പറഞ്ഞു. KP നായരുടെ പേരിൽ വന്ന അഴിമതി കേസിന്മേൽ ഒരു ജുഡീഷ്യൽ അന്വേഷണം നടത്തിയിരുന്നു. അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടും കുറ്റപത്രവും തയ്യാറാക്കിയപ്പോൾ അഴിമതി കേസിൽ മന്ത്രി KP നായരുടെ കൈകൾ ശുദ്ധമല്ലെന്നും മന്ത്രിയുടെ അറിവോടെയും സമ്മതത്തോടെയും കൂടിയാണ് കോടിക്കണക്കിന് രൂപയുടെ വെട്ടിപ്പുകൾ നടന്നിട്ടുള്ളതെന്നും പരാമർശിച്ചിരുന്നു. കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതും മന്ത്രിയുടെ രാജിക്ക് വേണ്ടി പ്രതിപക്ഷം മുറവിളി കൂട്ടാൻ തുടങ്ങി. എന്നാൽ കമ്മീഷന്റെ കേവല നിഗമനങ്ങൾ മാത്രമാണതെന്നും താൻ കുറ്റക്കാരനാണോ എന്ന് കോടതിയാണ് തീരുമാനിക്കേണ്ടതെന്നും പറഞ്ഞ് മന്ത്രി KP നായർ ഒഴിഞ്ഞുമാറി. ഇതിനെതിരെ നഗരത്തിലെ ഒരു പൗരൻ ഹൈക്കോടതിയിൽ ഒരു റിട്ട് പെറ്റീഷൻ നൽകിയിരിക്കുകയാണ്. KP നായർക്കെതിരെയുള്ള അഴിമതി കേസിൽ ഒരു സിറ്റിംഗ് ജഡ്ജി അന്വേഷണ കമ്മീഷനായി വന്ന് അന്വേഷണം നടത്തി തയ്യാറാക്കിയ കുറ്റപത്രത്തിൽ മന്ത്രി കുറ്റക്കാരനാണെന്ന് അസന്നിഗ്ധമായ പ്രഖ്യാപനത്തിന് ഇന്ത്യൻ ജുഡീഷ്യറിയിൽ എത്രത്തോളം നിയമസാധ്യതയുണ്ട്? മന്ത്രി അഴിമതി നടത്തിയിട്ടുണ്ടെന്ന കമ്മീഷന്റെ കണ്ടെത്തലിന് ശേഷവും അതു കേവല നിഗമനം മാത്രമാണെന്ന് പറഞ്ഞ് അധികാരത്തിൽ തുടരാൻ മന്ത്രി KP നായർക്ക് അർഹതയുണ്ടോ? ഇതിന്മേലാണ് കോടതി അടിയന്തരമായി വാദം കേട്ട് വിധി കൽപ്പിക്കാൻ പോകുന്നത്. ആയതിനാൽ വിമലയുടെ കേസ് മാറ്റിവെക്കാനാണ് സാധ്യത. കാര്യങ്ങളുടെ ഗൗരവം അഡ്വക്കേറ്റ് പ്രസന്നന് വേഗം പിടികിട്ടി. അയാൾ CI സത്താറിനെയും ജോർജ് ആൻ്റണിയെയും കണ്ട് വിവരമറിയിച്ചു. സത്താറും ജോർജ് ആൻ്റണിയും ഇതികർത്തവ്യതാമൂഢരായി നിന്നു. മിണ്ടാൻ പോലും കഴിയാതെ ജഡ്ജി ചേംബറിലേക്ക് കടന്നു വരികയായിരുന്നു. കോർട്ട് ഹാളിൽ ഉണ്ടായിരുന്നവരെല്ലാം എഴുന്നേറ്റ് കോടതിയെ വണങ്ങി. ആളുകൾ എഴുന്നേറ്റപ്പോഴും ഇരുന്നപ്പോഴും വസ്ത്രങ്ങൾ ഉലയുന്ന ശബ്ദവും ബെഞ്ചുകളുടെ ഞരക്കവും മാത്രം ഉയർന്നു. ഉദ്യോഗപരിതരായി മുറിയിൽ കാത്തിരിക്കുകയായിരുന്നു വിമലയും ശ്രീനിവാസനും. ജയശങ്കർ ആത്മസംഘർഷം സഹിക്കാനാവാതെ എഴുന്നേറ്റ് കൈകൾ പിറകിൽ കെട്ടി നടക്കാൻ തുടങ്ങി. ശ്രീനിവാസൻ ഒന്നിനു പിറകെ ഒന്നായി സിഗരറ്റ് പുകയ്ക്കുകയും. അവന്മാരവിടെ എന്ത് ചെയ്യുക? വാച്ചിൽ നോക്കിക്കൊണ്ട് ജയശങ്കർ ആരോടെന്നില്ലാതെ തട്ടിക്കയറി. ഇവിടെ മനുഷ്യൻ തീക്കൊണ്ടത്തിലിരിക്കുമ്പോഴാണ്. ടെലിഫോണിൻ്റെ ശബ്ദം കേട്ട് വിമല നടുങ്ങി. ശ്രീനിവാസൻ റിസീവർ കടന്നെടുത്തു. ഹലോ സത്താറാണ് സംസാരിക്കുന്നത്. ഞാൻ ശ്രീനിവാസൻ, പറഞ്ഞോളൂ. നമ്മുടെ കേസ് വിളിച്ചിട്ടില്ല. ഇടയ്ക്കൊരു മന്ത്രിയുടെ അഴിമതി കേസ് കയറി. ഇന്നിന് നോക്കേണ്ടെന്ന് ബെഞ്ച് ക്ലാർക്ക് KC ചാക്കോ. സ്റ്റോപ്പ് ഇറ്റ്, നോൺസെൻസ്. ആക്രേശിച്ചുകൊണ്ട് ശ്രീനിവാസൻ റിസീവർ വലിച്ചെറിഞ്ഞു. വിമലയുടെ മുഖം കടലാസ് പോലെ വിളറി. എന്താ ശ്രീനി? ജയശങ്കർ അന്താളിച്ച് ഫോണിനടുത്തേക്ക് വന്നു. കലിപോണ്ട ശ്രീനിവാസൻ ഫോണിലിരുന്ന ടീപ്പോയി കാൽ കൊണ്ട് തട്ടി എറിഞ്ഞു. ഫോണും ടീപ്പോയ്മേലിരുന്ന ഗ്ലാസും പേപ്പർ വെയ്റ്റും താഴെ വീണു. ഗ്ലാസ് ഉടഞ്ഞു ചിതറി. പേപ്പർ വെയ്റ്റ് കട്ടിലിന് കീഴിലേക്ക് ഉരുണ്ടുപോയി. ജയശങ്കർ കോണിപ്പടികൾ ഓടിയിറങ്ങി താഴെ എത്തി. ടെലിഫോൺ ഓപ്പറേറ്ററെ സമീപിച്ച് അയാൾ നമ്പർ പറഞ്ഞു. വേഗം കിട്ടണം, വേഗം. മുകളിൽ വിമല കാൽമുട്ടുകളിൽ മുഖം അമർത്തി വെച്ച് ഏങ്ങലടിച്ച് കരഞ്ഞുകൊണ്ടിരുന്നു. ശ്രീനിവാസൻ ജനാലയഴികളിൽ പിടിച്ച് വിമാനത്താവളത്തിന് നേർക്ക് നോക്കിക്കൊണ്ടിരുന്നു. വിമലയുടെ ഓരോ ഏങ്ങലടിയിലും അയാളുടെ വിരലുകൾ ജനൽക്കമ്പിയിൽ കൂടുതൽ മുറുകി. 10 മിനിറ്റിനുള്ളിൽ വിയർപ്പിൽ നനഞ്ഞു കുളിച്ച് കിതച്ച് തളർന്ന് ജയശങ്കർ കയറി വന്നു. ഇനി എന്ത് ചെയ്യും ശ്രീനി? അയാൾ ആശയറ്റ് ചോദിച്ചു. ശ്രീനിവാസൻ തിരിഞ്ഞു നോക്കിയത് കൂടിയില്ല. 12 മണിയുടെ സൈറൻ എവിടെ നിന്നാണെന്ന് വ്യക്തമായില്ല. ഏതെങ്കിലും ഫാക്ടറിയിൽ നിന്നാവാമെന്ന് ജയശങ്കറിന് തോന്നി. ശ്രീനിവാസൻ ഇപ്പോഴും ജനാലയ്ക്കടുത്ത് തന്നെ പുറംതിരിഞ്ഞ് നിൽക്കുകയാണ്. ചുണ്ടുകൾക്കിടയിൽ സിഗരറ്റ് എരിയുന്നുണ്ട്. വിമലയുടെ അടക്കിപ്പിടിച്ചുള്ള തേങ്ങലും ജയശങ്കർ നടക്കുമ്പോഴുള്ള കാലച്ചിയും മാത്രമായിരുന്നു മുറിയിലാകെയുള്ള ശബ്ദം. ജയശങ്കർ നിലത്ത് പൊട്ടിച്ചിതറിക്കിടക്കുന്ന ഗ്ലാസ് കഷ്ണങ്ങൾ പെറുക്കി വേസ്റ്റ് ബാസ്ക്കറ്റിലിട്ടു. ടെലിഫോൺ എടുത്ത് യഥാസ്ഥാനത്ത് വെച്ചു. പിന്നെ ശ്രീനിവാസൻ്റെ അരികെ ചെന്നു. അയാൾ കമ്പി അഴികളിൽ പിടിച്ച് ജയിലിലടയ്ക്കപ്പെട്ട നിരപരാധിയെപ്പോലെ നിൽക്കുകയാണ്. ദൂരെ ആകാശത്തേക്ക് ഉയർന്ന പുകക്കൊഴലുകളിൽ നിന്നും ചക്രവാളത്തിലേക്ക് നീങ്ങുന്ന പുകപടലങ്ങൾ കാണാമായിരുന്നു. ശ്രീനി, ജയശങ്കർ അയാളുടെ ചുമലിൽ പിടിച്ചു വിളിച്ചു. ശ്രീനിവാസൻ മുഖം തിരിച്ചൊന്ന് നോക്കി. അയാളുടെ കണ്ണുകൾ കലങ്ങിയിരുന്നു. നമ്മൾ എന്തിനാ ശ്വാസം പോലും വിടാതെ ഇത്രയും നാൾ ഓടിയത്? നമ്മൾ എന്തിനാ ജീവൻ പോലും പണയം വെച്ച് ഇത്ര കഷ്ടപ്പെട്ടത്? ശ്രീനിവാസൻ്റെ ഒച്ചയിടറി. ഇനി നമുക്ക് ആ കുഞ്ഞുങ്ങളെ ഒരിക്കലും തിരിച്ചു കിട്ടുകയില്ല. അവരുടെ മുഖം പോലും കാണാനൊക്കുകയില്ല. ജയശങ്കറിന് എന്തു പറയണമെന്ന് അറിയില്ലായിരുന്നു. വിമലയുടെ കരച്ചിലിന് ശക്തിയേറി. ശ്രീനിവാസൻ നിരാശയോടെ തലയാട്ടിക്കൊണ്ടിരുന്നു. ഫോൺ ബെൽ. ശ്രീനിവാസനെ ഒന്ന് നോക്കിയ ശേഷം ജയശങ്കർ റിസീവർ എടുത്തു. ഹലോ ജയശങ്കർ, ഇത് സുഗുണനാണ് സാർ. നമ്മുടെ കേസ് ഉച്ച കഴിഞ്ഞ് കോടതി കൂടുമ്പോൾ വിളിക്കും. എപ്പോൾ? 3-3:30 മണിക്ക്. അതിന് ഏർപ്പാടാക്കിയിട്ടുണ്ട്. 3:30 മണിക്ക് കേസ് വിളിച്ചിട്ട് എന്ത് ചെയ്യാനാണടോ? വിമാനം പുറപ്പെടാൻ ഇനി 20 മിനിറ്റേയുള്ളൂ എന്ന് പറഞ്ഞാൽ സാർ ഇവിടെ മനസ്സിലായി, വിസ്തരിക്കണ്ട. ശ്രീനിവാസനെ ഒന്ന് ലൈനിൽ കിട്ടുമോ? ജയശങ്കർ ശ്രീനിവാസനെ നോക്കി. ശ്രീനി,
സുഗുണനാ, പോകാൻ പറയുന്ന മട്ടിൽ ശ്രീനിവാസൻ പുറംകൈ വീശി. ശ്രീനിയെ കിട്ടില്ല, ജയശങ്കർ അറിയിച്ചു. എന്നാൽ 3:30 മണിക്ക് വിളിക്കാം. കേസ് ഇന്ന് വിളിക്കുമെന്ന് ഉറപ്പാ. തനിക്ക് സൗകര്യമുള്ളപ്പോൾ വിളിക്കടോ. 3:30-കോ 30:30-കോ? ജയശങ്കർ ദേഷ്യത്തോടെ റിസീവർ വെച്ചു. വിമല ഈ സമയം അത്രയും കരച്ചിലടക്കി പ്രതീക്ഷയോടെ ജയശങ്കറെ ഉറ്റുനോക്കിയായിരുന്നു. ജയശങ്കർ ശ്രീനിവാസൻ്റെ അടുത്ത് ചെന്നു. ഉച്ച കഴിഞ്ഞ് കേസ് വിളിക്കുമെന്ന്. 3:30-ക്ക്. ആരെ ബോധിപ്പിക്കാനാ? റാസ്കൽസ്. ശ്രീനിവാസൻ തിരിഞ്ഞ് ജയശങ്കറെ നോക്കി. ആ നോട്ടം നിമിഷങ്ങളോളം നീണ്ടു നിന്നു. 3:30-ക്ക്? ജയശങ്കർ തലയാട്ടി. ശ്രീനിവാസൻ സിഗരറ്റ് കുറ്റി ചവിട്ടി അരച്ചിട്ട് മറ്റൊരു സിഗരറ്റ് എടുത്ത ചുണ്ടുകൾക്കിടയിൽ തിരുകി. ലൈറ്റർ തെളിച്ച് അത് കത്തിച്ചു. തല കുനിച്ച് കൈകൾ പിറകിൽ കെട്ടി അഗാധമായ ചിന്തയിൽ മുഴുകി 2 ചാൽ നടന്നു. ഫ്ലൈറ്റ് പുറപ്പെടാൻ ഇനി എത്ര സമയമുണ്ട്? 15 മിനിറ്റ്. ശ്രീനിവാസൻ ഒരു ചാൽ കൂടി നടന്നു. പിന്നെ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. പൊട്ടിപ്പിളർന്ന് കരയുന്ന വിമലയെ നോക്കി ജയശങ്കർ പറഞ്ഞു, വിമലേ, നമ്മളാവുന്നതുപോലെ ശ്രമിച്ചില്ലേ? അവസാന നിമിഷം വരെ. പക്ഷേ നമുക്ക് ഭാഗ്യമില്ലാതെ പോയി. വിമലയുടെ കരച്ചിലിന് ശക്തി കൂടിയതേയുള്ളൂ. ഞങ്ങൾക്കുമുണ്ട് സഹിക്കാൻ പറ്റാത്ത വിഷമം. എല്ലാം പാഴായല്ലോ എന്ന് ഓർക്കുമ്പോഴാ. വിമലയെപ്പോലെ കരയാൻ നിവൃത്തിയില്ലല്ലോ. അയാൾ മുറിക്ക് പുറത്തേക്കിറങ്ങി. ഒരു വശത്ത് നീണ്ട ഇടനാഴി, എതിർവശത്ത് സിറ്റൗട്ട്. ശ്രീനിവാസനെ എങ്ങും കണ്ടില്ല. ജയശങ്കർ സിറ്റൗട്ടിൽ ചെന്ന് നിന്നു. കുറേ കഴിഞ്ഞപ്പോൾ ശ്രീനിവാസൻ ഇടനാഴിയിലൂടെ വരുന്നത് കണ്ടു. താൻ എവിടെ പോയി? ജയശങ്കർ ചോദിച്ചു. ശ്രീനിവാസൻ മറുപടി ഒന്നും പറഞ്ഞില്ല. ആ പെണ്ണുമ്പിള്ളയെ വല്ലതും പറഞ്ഞ് ആശ്വസിപ്പിക്ക്. അതിൻ്റെ കരച്ചിൽ കേൾക്കാൻ വയ്യ, തല മരവിക്കുന്നു. അതിനും ശ്രീനിവാസൻ ഉത്തരമൊന്നും പറഞ്ഞില്ല. അയാൾ സിറ്റൗട്ടിലേക്ക് കയറിപ്പോയി. ജയശങ്കർ സിറ്റൗട്ടിൽ തന്നെ നിന്നു. എയർപോർട്ടിലേക്ക് ഒരു വിമാനം താണു പറന്നിറങ്ങുന്നതും അല്പം കഴിഞ്ഞ് മറ്റൊരെണ്ണം ആകാശത്തേക്ക് ഉയർന്നു പൊന്തുന്നതും കാണാമായിരുന്നു. ഗിൽബർട്ട് ദമ്പതികളും വിമലയുടെ കുട്ടികളും കയറിയ വിമാനമായിരിക്കാം അതെന്ന് ജയശങ്കർ ഊഹിച്ചു. വെയിലേറ്റ് വെട്ടിത്തിളങ്ങിയ ലോഹപേടകം ചക്രവാളത്തിന് നേർക്ക് പറന്ന് ആകാശത്തിൻ്റെ അനന്ത നീലിമയിൽ അലിഞ്ഞു. ചക്രവാളത്തിലേക്ക് തന്നെ കണ്ണും നട്ട് ജയശങ്കർ അവിടെ തന്നെ നിന്നു. 1 മണിയുടെ സൈറൻ. ജയശങ്കർ മുറിയിലേക്ക് ചെന്നു. വിമലയുടെ കരച്ചിൽ അടങ്ങിയിരുന്നു. അവൾ ഒരു ശിലാപ്രതിമ പോലെ ചുവരും ചാരി കട്ടിലിൽ ഇരിപ്പുണ്ട്. ശ്രീനിവാസൻ പുരുകങ്ങൾക്കിടയിൽ നുള്ളിപ്പിടിച്ചുകൊണ്ട് മുറിയിലൂടെ സാവധാനം നടന്നു. ശ്രീനി, ഇനി എന്താ പരിപാടി? ജയശങ്കർ ചോദിച്ചു. ഊണ് കഴിക്കാം, നല്ല വിശപ്പ്, ശ്രീനിവാസൻ പറഞ്ഞു. ജയശങ്കറിന് കൂസലില്ലാത്ത ആ മറുപടിയിൽ വിസ്മയം തോന്നി. ടെൻഷൻ കൊണ്ട് വിശപ്പ് കെട്ടുപോയിരുന്നു. സകലതിനോടുമുള്ള ദേഷ്യവും വെറുപ്പുമാണ് തോന്നുന്നത്. ഭക്ഷണം റൂമിലേക്ക് വരുത്താം, ജയശങ്കർ പറഞ്ഞു. വേണ്ട, റെസ്റ്റോറൻറ്റിൽ പോയിരുന്ന് കഴിക്കാം, ശ്രീനിവാസൻ അഭിപ്രായപ്പെട്ടു. ഭക്ഷണം കഴിക്കാൻ വിളിച്ചപ്പോൾ വിസമ്മതമൊന്നും കൂടാതെ വിമലയും വന്നു. വിമലയും ജയശങ്കറും കാര്യമായി ഒന്നും കഴിച്ചില്ല. എന്തൊക്കെയോ നുള്ളി തിന്നു. കുറേ വെള്ളവും കുടിച്ച് എഴുന്നേറ്റു. ശ്രീനിവാസൻ വിശപ്പടങ്ങത്തക്ക വിധം കഴിച്ചു. അവർ തിരിച്ച് മുറിയിലെത്തി. 2 മണി. ഇനി തിരിച്ചു പോവുകയേ വേണ്ടൂ, ജയശങ്കർ വിചാരിച്ചു. അതിനു മുമ്പ് എയർപോർട്ടിലേക്ക് വിളിച്ച് രാജേന്ദ്രബാബുവിന് നന്ദി പറയണം. തങ്ങളുടെ ലക്ഷ്യം സാധിച്ചില്ലെങ്കിലും അയാളുടെ സഹകരണം പ്രശംസാർഹമായിരുന്നു. ആദ്യം പെട്ടിയെടുക്കാൻ ആലോചിച്ചെങ്കിലും അത് വേണ്ടെന്ന് വെച്ചിട്ട് ജയശങ്കർ എയർപോർട്ടിലേക്ക് ഫോൺ ചെയ്തു. രാജേന്ദ്രബാബുവിനെ ലൈനിൽ കിട്ടി. ഹലോ, ജയശങ്കർ സ്പീക്കിംഗ്. ഹലോ, നിങ്ങളിങ്ങോട്ട് കണ്ടില്ലല്ലോ, എന്തായി കാര്യങ്ങൾ? നിർഭാഗ്യമെന്ന് പറയട്ടെ സുഹൃത്തെ, ഉച്ച കഴിഞ്ഞ് കൂടുന്ന കോടതിയിലെ ഞങ്ങളുടെ കേസ് വിളിക്കൂ. ഫ്ലൈറ്റ് 12:30-ക്ക് തന്നെ പോയിട്ടുണ്ടാവുമല്ലോ. ഫ്ലൈറ്റ് ഇതുവരെ പോയിട്ടില്ല. യു ആർ വെരി ലക്കി മിസ്റ്റർ ജയശങ്കർ. എന്താ പറഞ്ഞത്? ടേക്ക് ഓഫിന് 10 മിനിറ്റ് ഉള്ളപ്പോൾ ഒരു അനോണിമസ് കോൾ. പ്ലെയിനിൽ കാശ്മീർ തീവ്രവാദികൾ ബോംബ് വെച്ചിട്ടുണ്ടെന്ന്. ജയശങ്കർ മുഖം തിരിച്ച് ശ്രീനിവാസനെ ഒന്ന് നോക്കി. അയാൾ ടെലിഫോൺ സംഭാഷണത്തിലൊന്നും ശ്രദ്ധിക്കാതെ ഒരു സിഗരറ്റ് കൊളുത്തുകയായിരുന്നു. ഇപ്പോൾ വിമാനത്തിൽ അടിയന്തര പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. ജയശങ്കർ ഉദ്യോഗം കൊണ്ട് ഇപ്പോൾ പൊട്ടിത്തെറിക്കുമെന്ന മട്ടിലായി. ഇനി അത് പുറപ്പെടാൻ എത്ര മണിക്കൂർ എടുക്കും? വാച്ചിൽ നോക്കിക്കൊണ്ട് ജയശങ്കർ ചോദിച്ചു. കുഴപ്പമൊന്നുമില്ലെങ്കിൽ ഉദ്ദേശം 2 മണിക്കൂർ. മിക്കവാറും 4 മണിക്കേ പുറപ്പെടൂ. താങ്ക് യു വെരി മച്ച്. നേരിട്ട് കാണാം. ഓക്കെ. ജയശങ്കർ റിസീവർ വെച്ചു. വീണ്ടും ശ്രീനിവാസനെ നോക്കി. സിഗരറ്റ് പുക വായ നിറയെ എടുത്ത് വായ തുറന്ന് ചുണ്ടുകൾ വൃത്താകൃതിയിലാക്കി വട്ടത്തിലുള്ള പുകവളയങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വിട്ടുകൊണ്ട് അതിന് മുകളിലേക്ക് ഉയർന്ന് അല്പാൽപമായി വായുവിൽ ലയിക്കുന്നത് നോക്കി രസിച്ചിരിക്കുകയാണ് വക്കീൽ. ജയശങ്കർ അയാളുടെ തോളിൽ ശക്തിയായി ഒരടിയടിച്ചു. പടക്കം പൊട്ടുന്ന പോലെ. ഞെട്ടിപ്പോയ ശ്രീനിവാസൻ്റെ കയ്യിൽ നിന്നും സിഗരറ്റ് താഴെ വീണു. അയാൾ പകച്ച് ജയശങ്കറെ നോക്കി. ജയശങ്കർ കുനിഞ്ഞ് തറയിൽ വീണ സിഗരറ്റ് എടുത്ത് ശ്രീനിവാസൻ്റെ കയ്യിൽ കൊടുത്തു. വലിച്ചോടാ കുരുട്ടുബുദ്ധിക്കാരാ. വക്കീലേ, മോനെ, നിന്റെ ദിവസമാണ്ട ഇന്ന്, വലിച്ചോ.
3 മണി. കോടതി കൂടുകയാണ്. ബെഞ്ച് ക്ലാർക്ക് എഴുന്നേറ്റ് നിന്ന് പ്രത്യേകം മാറ്റി വെച്ചിരുന്ന കേസ് ഫയൽ എടുത്തു. കേസ് നമ്പറും വാദിയുടെയും പ്രതികളുടെയും പേരുകൾ വായിച്ചു. വാദിഭാഗത്തിന് വേണ്ടി അഡ്വക്കേറ്റ് പ്രസന്നൻ ഹാജരായി. പ്രതിഭാഗം വക്കീൽ കോടതിയെ സമീപിച്ച് കുട്ടികളെ കോടതിയിൽ ഹാജരാക്കുന്നതിനായി പ്രതികൾക്ക് ഒരവധി കൂടി നൽകണമെന്ന് കോടതിയോട് അപേക്ഷിച്ചു. കുട്ടികൾക്ക് ശാരീരികാസ്വാസ്ഥ്യം ഉള്ളതിനാലാണ് അവരെ ഹാജരാക്കാത്തതെന്ന് വിശദീകരിച്ചുകൊണ്ട് അത് സംബന്ധിച്ച് നിർദ്ദിഷ്ട യോഗ്യതകളുള്ള ഡോക്ടർ ഒപ്പിട്ട മെഡിക്കൽ സർട്ടിഫിക്കറ്റും കോടതിയിൽ ഹാജരാക്കി. അഡ്വക്കേറ്റ് പ്രസന്നൻ അതിൻ്റെ സത്യസന്ധതയെ ചോദ്യം ചെയ്തുകൊണ്ട് ചില വസ്തുതകൾ കോടതി മുമ്പാകെ നിരത്തി. യുവർ ഓണർ, അസുഖബാധിതരെന്ന് പറയുന്ന 3 കുട്ടികളും ഇന്നുച്ചയ്ക്ക് 12:30 ബോംബെയിൽ നിന്ന് ദുബായിലേക്ക് പുറപ്പെടുന്ന ഫ്ലൈറ്റിൽ പുറപ്പെടാൻ തയ്യാറായി. വിമാനത്തിൽ കയറി പറ്റിയിരുന്നു. ചാന്ദിനി, അശോക്, സജ്ജയ് എന്നീ വ്യാജപ്പേരുകളിൽ വ്യാജരേഖകളോടെ റുഡോൾഫ് ഗിൽബർട്ട്, ലിൻസെ ഗിൽബർട്ട് എന്നീ ദമ്പതികളോടൊപ്പമാണ് അവർ പോകേണ്ടിയിരുന്നത്. എന്നാൽ ഇടയ്ക്കുണ്ടായ ബോംബ് ഭീഷണി മൂലം അവർ ഇപ്പോൾ വിമാനത്തിൽ നിന്നിറങ്ങി ലോഞ്ചിൽ വിശ്രമിക്കുകയാണ്. ഇനി അത് പുറപ്പെടുമ്പോൾ ആ കുട്ടികളും അതിലുണ്ടായിരിക്കുമെന്ന് ഉറപ്പാണ്. രാജ്യാന്തര തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു മാഫിയ സംഘമാണ് ഇതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്നത്. നിരപരാധികളായ കുഞ്ഞുങ്ങളെ അവരുടെ പാവപ്പെട്ട അമ്മയ്ക്ക് തിരിച്ചു കെട്ടുമെന്ന് ഉറപ്പുവരുത്താൻ ഇനിയും സമയം വൈകിയിട്ടില്ലെന്ന് ബഹുമാനപ്പെട്ട കോടതിയെ അറിയിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. അഡ്വക്കേറ്റ് പ്രസന്നൻ പറഞ്ഞു നിർത്തി. ജഡ്ജി ധൃതിയിൽ മേശപ്പുറത്തെ ഫയലിൽ എന്തൊക്കെയോ എഴുതാൻ തുടങ്ങി. സമയം 3 മണി കഴിഞ്ഞ് 10 മിനിറ്റ്. കുളക്കരയിലെ കൊക്കുകളെപ്പോലെ മുറിയിൽ ടെലിഫോണിലേക്ക് കണ്ണും നട്ട് ഏകാഗ്രചിത്തരായി ഇരിക്കുകയാണ് 3 പേർ. ജയശങ്കർ, ശ്രീനിവാസൻ, വിമല. ടെലിഫോൺ ശബ്ദിച്ചതും ശ്രീനിവാസൻ ചാടി എഴുന്നേറ്റു. ഹലോ, ശ്രീനി ഹിയർ. ഹലോ സുഗണനാ, നമ്മുടെ കേസ് വിളിച്ചു. കോടതി നടക്കുകയാണ്. എന്തായി? 10 മിനിറ്റിനുള്ളിൽ അറിയാം. അവിടെ എല്ലാം റെഡിയാണല്ലോ അല്ലേ? അതെ. ശരി. ശ്രീനിവാസൻ റിസീവർ വെച്ചു. ജയശങ്കർ ഉടൻ എയർപോർട്ടിലേക്ക് വിളിച്ചു. രാജേന്ദ്രബാബുവിനോട് ചോദിച്ച ഫ്ലൈറ്റ് ഇതുവരെ പോയിട്ടില്ല എന്ന് ഉറപ്പാക്കി. പരിശോധന തുടരുകയാണ്. ഇതുവരെ ബോംബൊന്നും കണ്ടെടുത്തിട്ടില്ല. ഞങ്ങളുടെ പ്രതീക്ഷ അത് കഴമ്പില്ലാത്ത വെറും ഒരു ഭീഷണി മാത്രമായിരുന്നുവെന്നാണ് രാജേന്ദ്രബാബു അറിയിച്ചു. നന്ദി പറഞ്ഞ് ജയശങ്കർ റിസീവർ വെച്ചു. വാ, താഴേക്ക് പോകാം. ശ്രീനിവാസൻ എഴുന്നേറ്റു. വേണ്ടതൊക്കെ എടുത്തോളണം, രേഖകൾ, ഫോട്ടോഗ്രാഫുകൾ എല്ലാം. അവർ മുറി പൂട്ടി ഇറങ്ങി. ലിഫ്റ്റിൽ താഴെ എത്തി. ടെലിഫോൺ, ഫാക്സ് മിലി സൗകര്യങ്ങളുള്ള ഹാളിൽ അവർ അക്ഷമയോടെ കാത്തിരിപ്പ് തുടങ്ങി. 3:20 ശ്രീനിവാസൻ ഒരു കോൾ. ശ്രീനിവാസൻ അറ്റൻഡ് ചെയ്തു. അഡ്വക്കേറ്റ് പ്രസന്നനാണ്. അത് കഴിഞ്ഞു. എന്തായി? ശ്രീനിവാസൻ്റെ നെറ്റിയിൽ വിയർപ്പ് പൊടിഞ്ഞു. നമുക്കനുകൂലം. രാജ്യത്ത് എവിടെ വെച്ചും പ്രതികളെ അറസ്റ്റ് ചെയ്യാനും കുട്ടികളെ കസ്റ്റഡിയിലെടുക്കാനും ഈ കേസ് അന്വേഷിക്കുന്ന DYSP ജയശങ്കറെ ചുമതലപ്പെടുത്തിക്കൊണ്ടുള്ള ജഡ്ജ്മെൻ്റാണ്. നീ എന്താ താമസം? ഫാക്സ് ചെയ്തുകൂടെ? ടൈപ്പ് ചെയ്യുന്നതേയുള്ളൂ. മുദ്ര ചാർത്തിക്കിട്ടാൻ കഷ്ടിച്ച് 10 മിനിറ്റ്. ഞങ്ങൾ ഇവിടെയുണ്ട്. ഹറി അപ്പ്. ജയശങ്കർ ശ്വാസം പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ശ്രീനിവാസൻ ഫോൺ വെച്ചിട്ട് ജയശങ്കറോട് പറഞ്ഞു. അവിടെ എല്ലാം ഓക്കെ. 10 മിനിറ്റ് മതി. ടാക്സി റെഡിയല്ലേ? ജയശങ്കറും വിമലയും പോയി കയറിയിരുന്നോളൂ. ഞാൻ ഇതാ എത്തി. ജയശങ്കറും വിമലയും ചെന്ന് ടാക്സിയിൽ കയറി. ഫാക്സ് ചെയ്ത് കിട്ടിയ കോടതി ഉത്തരവുമായി ശ്രീനിവാസൻ കാറിലെത്തുമ്പോഴേക്കും 1/4 മണിക്കൂർ കൂടി കഴിഞ്ഞിരുന്നു. ടാക്സി എയർപോർട്ടിലേക്ക് കുതിച്ചു. വഴിയിലെ നിസാര തടസ്സങ്ങളും ചെറിയ ട്രാഫിക് ജാമുകളും ഒരിക്കലും അവസാനിക്കാത്ത വിധം ഭീകരമായി തോന്നി ജയശങ്കറിനും വിമലയ്ക്കും. വേഗം വേഗം. ശ്രീനിവാസൻ ഡ്രൈവറുടെ നേർക്ക് പുലമ്പിക്കൊണ്ടിരുന്നു. ഇടയ്ക്കൊരിടത്ത് അവർ ശരിക്കും ട്രാഫിക് ജാമിൽ കൊടുങ്ങുക തന്നെ ചെയ്തു. കണ്ണെത്തുന്നിടത്തോളം ദൂരത്തിൽ ചലനമറ്റ് കിടക്കുന്ന വാഹനങ്ങളുടെ നിര. ശ്രീനിവാസൻ കൈ ചുരുട്ടി സീറ്റിലിടിച്ചു. സമയം കടന്നുപോയിക്കൊണ്ടിരുന്നു. ശ്രീനിവാസൻ ഉച്ചത്തിൽ ആരെയൊക്കെയോ പ്രാഗിക്കൊണ്ട് കാറിന് വെളിയിലിറങ്ങി. ട്രാഫിക് പോലീസുകാരില്ലേ? എവിടെ പോയി കിടക്കുന്നു? ശ്രീനിവാസൻ ഏതാനും വാര മുന്നോട്ട് പോയ ശേഷം തിരിച്ചു വന്നു. ജയശങ്കർ ഇടയ്ക്കിടെ വാച്ചിൽ നോക്കിക്കൊണ്ടിരുന്നു. എയർപോർട്ടിലെത്താൻ ഇതല്ലാതെ വേറെ വഴിയൊന്നുമില്ലേ? ശ്രീനിവാസൻ ടാക്സി ഡ്രൈവറോട് ചോദിച്ചു. അയാൾ ഹിന്ദിയിൽ മറുപടിയും പറഞ്ഞു. ഇവിടെ നിന്ന് എങ്ങോട്ടും തിരിഞ്ഞു പോകാൻ നിവൃത്തിയില്ല. ശ്രീനിവാസൻ പച്ച മലയാളത്തിൽ അയാളെ 2 ചീത്ത പറഞ്ഞു. ശ്രീനി, ജയശങ്കർ ശാസിക്കും പോലെ ഒന്ന് നോക്കി. 12 മിനിറ്റ് പാഴായി. മുന്നിലെ വാഹനങ്ങളുടെ നിര പതുക്കെ ഇഴഞ്ഞ് നീങ്ങാൻ തുടങ്ങി. 4 മണിക്ക് ഇനി 8 മിനിറ്റ്. എയർപോർട്ട്. കാറിൽ നിന്ന് ഇറങ്ങിയ ഉടൻ ജയശങ്കർ എൻക്വയറിയിലേക്ക് ഓടുകയായിരുന്നു. ശ്രീനിവാസനും വിമലയും പുറകെ ചെന്നു. ഉദ്യോഗം കൊണ്ട് വീർപ്പ് മുട്ടിയ അവസ്ഥയിലായിരുന്നു 2 പേരും. ജയശങ്കർ തിടുക്കത്തിൽ അവരുടെ നേർക്ക് തിരിച്ചു വന്നു. 4:30 ടേക്ക് ഓഫ്. നമുക്ക് സമയമുണ്ട്. അവർ ഇമിഗ്രേഷൻ കൗണ്ടറിലേക്ക് പോയി. രാജേന്ദ്രബാബു അവിടെ ഉണ്ടായിരുന്നു. കാര്യങ്ങളൊക്കെ ശരിയായോ? ഉവ്വ്.
കോടതി ഉത്തരവ് ജയശങ്കർ അയാളെ കാണിച്ചു. എയർപോർട്ട് അതോറിറ്റിയാണ് ഇനി തീരുമാനമെടുക്കേണ്ടത്. അവർ സമ്മതിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യാൻ ഒക്കില്ല തന്നെ. ജയശങ്കറും ശ്രീനിവാസനും വിമലയും കൂടി എയർപോർട്ട് അതോറിറ്റിയെ സമീപിച്ച് കാര്യങ്ങൾ ഗ്രഹിപ്പിച്ചു. കുറ്റവാളികളും കുട്ടികളും വ്യാജപ്പേരുകളിൽ പുറപ്പെടുന്നുവെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് കോടതി ഈ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. പ്രതികളെ അറസ്റ്റ് ചെയ്യാനും കുട്ടികളെ വീണ്ടെടുക്കാനും നിങ്ങൾ സഹകരിക്കുന്നില്ലെങ്കിൽ അത് കോടതി ഉത്തരവ് ലംഘിക്കുന്നതിന് തുല്യമായിരിക്കും. ജയശങ്കർ വിശദീകരിച്ചു. കേസുകളുമായി ബന്ധപ്പെട്ട രേഖകളും കോടതി രേഖകളും കുട്ടികളുടെ ഫോട്ടോകളും കാണിച്ച് ബോധ്യപ്പെടുത്തുകയും ചെയ്തു. ശ്രീനിവാസൻ തിരിച്ച് ഇമിഗ്രേഷൻ കൗണ്ടറിലെത്തി. അവരും വിവരം അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. രാജേന്ദ്രബാബു വെളിപ്പെടുത്തി. അവരുടെ ആളുകൾ ഇവിടെ ചുറ്റിക്കറങ്ങുന്നുണ്ട്. നിങ്ങളെ 3 പേരെയും അവർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അവർക്ക് എന്ത് ചെയ്യാനൊക്കും? ശ്രീനിവാസൻ നെറ്റി ചുളിച്ചു. എന്തും. എയർപോർട്ട് അതോറിറ്റിയെപ്പോലും വേണമെങ്കിൽ സ്വാധീനിക്കാൻ കഴിയുന്ന വമ്പന്മാരുടെ റാക്കറ്റാണത്. മറുവശത്ത് ആ വിധത്തിലും ശ്രമം നടക്കുന്നുണ്ടായിരുന്നു. എന്നാൽ കോടതി ഉത്തരവിന് മുന്നിൽ ഒഴിഞ്ഞു മാറാൻ എയർപോർട്ട് അതോറിറ്റിക്ക് യാതൊരു പഴുതുമുണ്ടായില്ല. കോടതി അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിട്ട പ്രതികൾ തങ്ങളുടെ അറിവോടും സമ്മതത്തോടും കൂടി രാജ്യം വിട്ടുപോകുന്നത് തങ്ങളുടെ നിലനിൽപ്പിന് എന്തുമാത്രം ആപൽക്കരമാണെന്ന് അവർക്കറിയാമായിരുന്നു. പ്രതികളെ അറസ്റ്റ് ചെയ്യാനും കുട്ടികളെ കസ്റ്റഡിയിലെടുക്കാനും എയർപോർട്ട് അതോറിറ്റിയുടെ അനുവാദവും വാങ്ങി എയർപോർട്ട് സെക്യൂരിറ്റി സ്റ്റാഫിനോടൊപ്പം ജയശങ്കർ ഇമിഗ്രേഷൻ കൗണ്ടറിൽ തിരിച്ചെത്തി. ബോംബ് ഭീഷണി മൂലം 4 മണിക്കൂർ വൈകി പുറപ്പെടുന്ന ഫ്ലൈറ്റിലെ യാത്രക്കാർ എത്രയും വേഗം വിമാനത്തിലെത്താനുള്ള അനൗൺസ്മെൻറ്റ് ലൗഞ്ചിലെ ലൗഡ് സ്പീക്കറുകളിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. അവരിപ്പോൾ എവിടെയുണ്ട്? ജയശങ്കർ രാജേന്ദ്രബാബുവിനോട് ചോദിച്ചു. ഡിപ്പാർച്ചർ ലോഞ്ചിൽ. ജയശങ്കർ അങ്ങോട്ട് പോകുമ്പോൾ പ്രതികളെയും കുട്ടികളെയും തിരിച്ചറിയാൻ കഴിയുന്നവർ എന്ന പരിഗണനയിൽ എയർപോർട്ട് അതോറിറ്റിയുടെ സമ്മതം വാങ്ങി വക്കീലിനെയും വിമലയെയും തന്നോടൊപ്പം കൂട്ടിയിരുന്നു. അതിനു മുമ്പ് സെക്യൂരിറ്റി സ്റ്റാഫിൻ്റെ ചെക്കിങ്ങിന് അവർ വിധേയരാവുകയുണ്ടായി. സുരക്ഷാ ഭടന്മാരുടെ അകമ്പടിയോടെ അവർ ലോഞ്ചിലെത്തി. അപ്പോഴേക്കും യാത്രക്കാർ വിമാനത്തിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞിരുന്നു. ജയശങ്കറും സംഘവും അങ്ങോട്ട് കുതിച്ചു. പ്രതികൾ വിമാനത്തിൽ കയറിക്കഴിഞ്ഞാൽ പ്രശ്നം വീണ്ടും സങ്കീർണമാകും. വിമാനത്തിൽ കടന്നവരെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ ക്യാപ്റ്റൻ്റെ അനുമതി കൂടിയേ തീരൂ. ഫ്ലൈറ്റിൻ്റെ പരമാധികാരി അയാളാണ്. എയ്റോ ബ്രിഡ്ജിലൂടെ യാത്രക്കാർ വിമാനത്തിന് നേർക്ക് നീങ്ങുന്നത് കാണാമായിരുന്നു. വിമലയുടെ ഹൃദയം അതിദ്രുതം ഇടിച്ചുകൊണ്ടിരുന്നു. മുന്നോട്ടുള്ള കുതിപ്പിൽ കാലുകൾ പൂഴിമണലിൽ പുതഞ്ഞു പോകുന്നതുപോലെ. ആവേഗം കൊണ്ട് ഞരമ്പുകൾ പൊട്ടിച്ചിതറാൻ വെമ്പുന്ന പോലെ അവൾക്ക് തോന്നി. ശ്വാസം വിടാൻ കഴിയുന്നില്ല. ദേഹമാകെ വിറയ്ക്കുന്നു. കൈകാലുകൾ കുഴയ്ക്കുന്നു. വല്ലാത്തൊരു തളർച്ച. കണ്ണുകൾ നാലുപാടും പതറി പാഞ്ഞു. കുറച്ചകലെ നിന്നേ അവൾ കണ്ടു. എയ്റോ ബ്രിഡ്ജിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന യാത്രക്കാർക്കിടയിൽ വെള്ളക്കാരായ ഒരു സ്ത്രീയുടെ തോളിൽ പതിഞ്ഞു കിടക്കുന്ന കുഞ്ഞുവാവ. മോനെ! ഹൃദയം പൊട്ടിയുള്ള നിലവിളിയോടെ വിമല പരിസരം മറന്ന് മുന്നോട്ട് കുതിച്ചു പാഞ്ഞു. കാട്ടുതീയാൽ വലയം ചെയ്യപ്പെട്ട കുഞ്ഞിനടുത്തേക്ക് ഊറിയെത്തുന്ന തള്ളമൃഗത്തിൻ്റെ പ്രാണപരാക്രമത്തോടെ. ആളുകളെ തള്ളിമാറ്റിയും തട്ടി വീഴ്ത്തിയും സെക്യൂരിറ്റി ഉദ്യോഗസ്ഥന്മാർ അവളെ പിന്തുടർന്നോടി. അതിനും പിന്നിൽ ജയശങ്കറും ശ്രീനിവാസനും. വിമലയുടെ രണ്ടാമത്തെ നിലവിളി അമൽ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരുന്നു. അമൽ നിന്നു, തിരിഞ്ഞു നോക്കി. അമ്മുവും ഉൾക്കിടിലത്തോടെ തിരിഞ്ഞു. കൊടുങ്കാറ്റ് പോലെ ആളുകൾക്കിടയിലൂടെ ചെന്ന വിമല ആരെയോ തട്ടി വെട്ടിയിട്ടതുപോലെ വീണു. പ്രാണപരാക്രമത്തിലെന്നോണം കൈകാൽമുട്ടുകൾ നിലത്തൂന്നി എഴുന്നേൽക്കാൻ ശ്രമിച്ചുകൊണ്ട് മക്കളെ നോക്കി അവൾ ഒരിക്കൽ കൂടി നിലവിളിച്ചു. പകച്ച് തരിച്ചു നിന്ന അമൽ അടുത്ത നിമിഷം മമ്മി എന്ന ആർത്തനാദത്തോടെ അമ്മുവിൻ്റെ കൈ വിട്ട് തിരിഞ്ഞോടി. വിമല എഴുന്നേൽക്കും മുമ്പേ അവൻ കൈ വിടുവിച്ച് അവളുടെ ദേഹത്തേക്ക് വീണു കഴിഞ്ഞു. മോനെ, എൻ്റെ കുട്ടാ! വിമലയ്ക്കും ശബ്ദം കിട്ടിയില്ല. കരച്ചിലിന് പോലും ശബ്ദം നഷ്ടപ്പെട്ടു. ഇതിനകം ഓടിയെത്തിയ ജയശങ്കർ അന്തം വിട്ടുനിന്ന വെള്ളക്കാരിയുടെ കയ്യിൽ നിന്നും കുഞ്ഞിനെ പിടിച്ചു വാങ്ങി വിമലയെ ഏൽപ്പിച്ചു. ഇവരാണ് പ്രതികൾ. ജയശങ്കർ ഗിൽബർട്ട് ദമ്പതികളെ സുരക്ഷാഭടന്മാർക്ക് കാട്ടിക്കൊടുത്തു. അവർ യാതൊരു എതിർപ്പും കൂടാതെ കീഴടങ്ങി. വിമല അമലിനെയും കുഞ്ഞുവാവയും വാരിപ്പുണർന്നു. കണ്ണീരുമ്മകൾ കൊണ്ട് മൂടുമ്പോഴും അമ്മു ഇത്തിരി അകന്നു നിൽക്കുകയായിരുന്നു. അവളുടെ കവിളിലേക്ക് വലിയ കണ്ണീർത്തുള്ളികൾ പൊട്ടി വീണുകൊണ്ടിരുന്നു. വിമല അരികെ ചെന്ന് മോളെ എന്ന് വിളിച്ചതും വാവിട്ട് കരഞ്ഞുകൊണ്ട് അവൾ വിമലയുടെ ദേഹത്തേക്ക് ചാഞ്ഞു. എൻ്റെ പൊന്നുമോളെ! വിമല അവളുടെ കണ്ണീരിൽ കുതിർന്ന മുഖം ഉമ്മകൾ കൊണ്ട് മൂടി. വിമാനത്തിലേക്ക് കയറാൻ പോയ യാത്രക്കാരെല്ലാം വൃത്താകാരത്തിൽ ചുറ്റും കൂടി നിന്ന് എന്താണ് സംഭവിക്കുന്നതെന്ന് ശരിക്കും മനസ്സിലാവാതെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ജയശങ്കർ കർച്ചീഫ് എടുത്ത് തൻ്റെ കണ്ണുകൾ തുടച്ചു.
അഭിമാനവും ആഹ്ലാദവും വിങ്ങി വിതുമ്പുന്ന ദുഃഖത്തോടെ അയാൾ ശ്രീനിവാസനെ നോക്കി. തൻ്റെ വികാര വൈവശ്യം ആരും കാണാതിരിക്കാൻ എന്നവണ്ണം ശ്രീനിവാസൻ മുഖം തിരിച്ചു കളഞ്ഞു. കോടതി ഹാൾ. നിശബ്ദത. ജഡ്ജി മുഖമുയർത്തി ഹാളിലേക്ക് നോക്കി. ജനാലകളിലും വാതിലുകളിലും തടിച്ചുകൂടി നിൽക്കുന്ന ജനാവലിയെ നോക്കി. ചുമരിനരികിൽ നിൽക്കുന്നവരെ നോക്കി. ഡിവൈഎസ്പി ജയശങ്കറെ നോക്കി. തൻ്റെ ഡെസ്കിൽ ശാന്തനായി നിൽക്കുന്ന ശ്രീനിവാസനെ നോക്കി. ഒടുവിൽ വിമലയെയും കുട്ടികളെയും നോക്കി. ഹ്രസ്വമായ ഒരിടവേളയ്ക്ക് ശേഷം വായന തുടർന്നു. അങ്ങനെ പ്രതികൾ കുട്ടികളെ ദത്തെടുത്തുവെന്ന വാദം പൊള്ളയാണെന്നും കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നതിനാൽ അമ്മു, അമൽ, വിമൽ എന്നീ കുട്ടികളുടെ അമ്മയും ഈ കേസിലെ വാദിയുമായി വിമലയ്ക്ക് തൻ്റെ 3 മക്കളെയും നിരുപാധികം വിട്ടുകൊടുത്തുകൊണ്ടും കുഞ്ഞുങ്ങളുടെ മേലുള്ള അവരുടെ അവകാശം പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ടും വിധിവായന തുടർന്നു പോയി. വിമലയുടെ കണ്ണുകളിൽ ആനന്ദക്കണ്ണീർ വന്നു മൂടി. ജഡ്ജിയും വക്കീലന്മാരും ആൾക്കൂട്ടങ്ങളും കോർട്ട് ഹാളും എല്ലാം അപ്രത്യക്ഷമായി. സുസ്തർഹമാംവിധ ഈ കേസ് അന്വേഷിച്ച ഡിവൈഎസ്പി ജയശങ്കറെയും ലാഭേച്ഛയില്ലാതെ ഈ കേസ് വാദിച്ച് കുട്ടികളെ അവരുടെ അമ്മയ്ക്ക് തന്നെ തിരിച്ചു കിട്ടാനിടയാക്കിയ അഡ്വക്കേറ്റ് ശ്രീനിവാസനെയും കോടതി പ്രത്യേകം പ്രശംസിക്കുകയുണ്ടായി. കോടതി പിരിഞ്ഞതോടെ കോർട്ട് ഹാളിൽ നിന്ന് അഡ്വക്കേറ്റുമാരും മറ്റ് ആളുകളും ഇറങ്ങിപ്പോയിക്കൊണ്ടിരുന്നു. ബെഞ്ച് ക്ലാർക്ക് കേസ് ഫയലുകൾ അടുക്കി പോകാൻ തയ്യാറായി. ഇനി ഉച്ചകഴിഞ്ഞ് കോടതി കൂടുന്നുണ്ട്. ശ്രീനിവാസൻ ബെഞ്ച് ക്ലാർക്കിനോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അതൊന്ന് അവസാനിച്ച ശേഷം ശ്രീനിവാസനെ തനിച്ച് കിട്ടാനായി വിമല കാത്തുനിന്നു. കുഞ്ഞുവാവ അവളുടെ തോളിൽ തല ഉയർത്തിപ്പിടിച്ചിരുന്ന് തെല്ലമ്പരപ്പോടെ നാലുപാടും നോക്കുന്നുണ്ടായിരുന്നു. അമ്മു വിമലയുടെ വിരലുകളിൽ മുറുകെ പിടിച്ചുകൊണ്ട് നിന്നു. അമൽ ഒന്ന് ഓടിക്കളിക്കാനുള്ള ഇടം ഡെസ്കുകൾക്ക് മുന്നിൽ കണ്ട്, എന്നാൽ അമ്മയുടെ അടുത്ത് നിന്ന് പോകാൻ മനസ്സ് വരാതെ മടിച്ച് അങ്ങനെ നിൽക്കുകയാണ്. ബെഞ്ച് ക്ലാർക്കും പോയി കഴിഞ്ഞപ്പോൾ കോടതി വരാന്തയിലേക്ക് ഇറങ്ങാൻ ഭാവിച്ച ശ്രീനിവാസനെ തനിച്ച് കിട്ടാനായി വിമല കാത്തു നിന്നു. കോടതി വരാന്തയിലേക്ക് ഇറങ്ങാൻ ഭാവിച്ച ശ്രീനിവാസൻ്റെ അടുത്തേക്ക് വിമല ചെന്നു. തൂവാലയെടുത്ത് അവൾ കൂടെ നിറകണ്ണുകൾ ഒപ്പി. സർ, അവൾ അപേക്ഷാസ്വരത്തിൽ വിളിച്ചു. ശ്രീനിവാസൻ മുഖം തിരിച്ച് തോളിന് മുകളിലൂടെ നോക്കി. വല്ലാത്ത ഗൗരവഭാവം. സാർ, എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. ശ്രീനിവാസൻ അവൾക്ക് അഭിമുഖമായി തിരിഞ്ഞു. ആർക്ക് വേണം നന്ദി? ആ 2 അക്ഷരം കൊണ്ട് എന്ത് ലാഭം? എനിക്കെൻ്റെ വക്കീൽ ഫീസ് കിട്ടണം. അതുമാത്രമല്ല, ബോംബെയിലും മദ്രാസിലും ഇവിടെയും ഒക്കെയായി പണം ഞാൻ കുറേ അധികം പൊടിച്ചു. യാത്ര, ഫോൺ, ഫാക്സ്, ടാക്സി, തീറ്റി, കുടി, സുഗണൻ്റെ കയ്യിലുണ്ട് കണക്ക്. എങ്ങനെയെങ്കിലും ഞാൻ ആ കടങ്ങളൊക്കെ വീട്ടാം സാർ, വിമല ഹൃദയവതിയോടെ പറഞ്ഞു. ഞാനും എൻ്റെ മക്കളും കൂടി എന്നെങ്കിലും തന്നാൽ മതിയോ വക്കീൽ ഫീസ്? അതും ജയിച്ച കേസിൻ്റെ ഫീസ്? മയമൊന്നുമില്ല ശ്രീനിവാസൻ്റെ സ്വരത്തിൽ. അറുത്തു മുറിച്ച് സംസാരിക്കുകയാണ്. ഇതിനു മുമ്പ് കണ്ടിട്ട് പോലുമില്ലാത്ത പോലെ, ഒരു അപരിചിതയോടെന്ന പോലെ. വിമല പെട്ടെന്ന് സാരിത്തലപ്പ് കൊണ്ട് മുഖം പൊത്തി കരഞ്ഞു. ഇപ്പോൾ കടം വീട്ടാൻ ഒരു നിവൃത്തിയില്ലല്ലോ. അപ്പോൾ അതാണ് ഒടുവിലത്തെ ആയുധം, കണ്ണുനീര്. ഇത് ദിവസവും കണ്ട് എനിക്കിപ്പോൾ പിടിച്ചു നിൽക്കാമെന്നായിട്ടുണ്ട്. സാർ, ഞാൻ എന്ത് ചെയ്യും സാർ? അമ്മ കരയുന്നത് കേട്ട് കുഞ്ഞുവാവ അവളുടെ മുഖം പിടിച്ച് തനിക്ക് അഭിമുഖമായി തിരിച്ചു. ശ്രീനിവാസൻ കോർട്ട് ഹാളിൽ നിന്ന് വരാന്തയിലേക്ക് ഇറങ്ങിപ്പോയി. വിമല വിശ്വാസം വരാതെ അവിടെ തന്നെ ഏതാനും നിമിഷം നിന്നു. 3 മാസങ്ങളായി തനിക്കും കുഞ്ഞുങ്ങൾക്കും വേണ്ടി നിരന്തരം പോരാടിയ, കഴിഞ്ഞ നിമിഷം വരെ തങ്ങൾക്ക് വേണ്ടി പ്രാണൻ കളയാനും ഒരുങ്ങി നിന്ന മനുഷ്യനാണോ ഇത്? പൊട്ടി വരുന്ന കണ്ണുനീർ തുവാല കൊണ്ട് ഒപ്പിക്കൊണ്ട് വിമല കുഞ്ഞുങ്ങളെയും കൂട്ടി വരാന്തയിലേക്ക് ഇറങ്ങി. വരാന്തയുടെ തിരിവിലെങ്ങോ ശ്രീനിവാസൻ അപ്രത്യക്ഷനായി കഴിഞ്ഞിരുന്നു. വിമല വിശാലമായ അങ്കണത്തിലേക്ക് നടന്നു. ഗേറ്റിനിപ്പുറം തണൽമരത്തിന് കീഴിൽ ജീപ്പിൽ ചാരി ഡിവൈഎസ്പി ജയശങ്കർ നിൽക്കുന്നത് കണ്ടു. വിമല അടുത്തു ചെന്നു. ജയശങ്കർ കുട്ടികളെ മാറി നോക്കി. പിന്നെ വിമലയോട് പറഞ്ഞു, സന്തോഷമായില്ലേ? വിമലയ്ക്ക് 3 മക്കളെയും തിരിച്ചു കിട്ടിയല്ലോ. അയാൾ അമലിനെ പൊക്കിയെടുത്തു. തൻ്റെ തലയ്ക്ക് മീതെ ഉയർത്തി. അവൻ്റെ മുഖത്ത് ശാന്തമായ ചിരിയായിരുന്നു. ജയശങ്കർ അവനെ താഴെ നിർത്തി. സർ, വിമല ഗദ്ഗതത്തോടെ നന്ദി നിറഞ്ഞ വിതുമ്പുന്ന സ്വരത്തിൽ പറഞ്ഞു, എനിക്കൊരിക്കലും തിരിച്ചു കിട്ടില്ലെന്ന് കരുതിയ എൻ്റെ കുഞ്ഞുങ്ങളെ വീണ്ടെടുത്ത് സാർ തന്നു. ഞാനതിന് എൻ്റെ മരണത്തോളം സാറിനോട് ഒരേങ്ങൽ വന്ന് അവളുടെ സ്വരം മുറിച്ചു. വേണ്ട വിമലേ, അത്ര വലിയ കടപ്പാടൊന്നും വിചാരിക്കണ്ട. ഞാനിപ്പോൾ അനുഭവിക്കുന്ന അഭിമാനവും സന്തോഷവും എന്തുമാത്രമാണെന്ന് വിമലയ്ക്കറിയില്ല. 1000 കൊലയാളികളെ പിടികൂടാൻ കഴിഞ്ഞാലും എനിക്ക് ആഹ്ലാദമുണ്ടാവില്ല. ലോകം മുഴുവൻ പിടിച്ചടക്കാൻ കഴിഞ്ഞ ചക്രവർത്തിയേക്കാൾ വലിയ ജേതാവാണ് ഞാനിപ്പോൾ. ഇത് ജീവിതത്തിൽ ഒരിക്കലേ കിട്ടൂ. ജയശങ്കർ കുട്ടികളെ നോക്കി. അവരുടെ ശിരസിൽ തലോടിക്കൊണ്ട് പറഞ്ഞു,
നിങ്ങളുടെ അമ്മ നിങ്ങളെ വീണ്ടെടുക്കാൻ വേണ്ടി എന്തുമാത്രം പൊരുതിയെന്ന്, എന്തുമാത്രം തീ തിന്നുവെന്ന്, എന്തുമാത്രം നെഞ്ചുരുക്കി പ്രാർത്ഥിച്ചുവെന്ന് എന്നെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുമോ? ഇല്ല. വിമല തുമാല കൊണ്ട് കണ്ണുകളൊപ്പി. ജയശങ്കർ കുഞ്ഞുവാവിയുടെ കവളിലൊന്ന് കിള്ളി. വിമലേ, കുട്ടികളുടെ മുഖത്ത് കാണാം അവരുടെ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും തളർച്ച. ഒരുപറ്റ മനുഷ്യപിശാചുക്കൾക്കിടയിൽ ഇവർ എന്തുമാത്രം ഭയന്നിട്ടുണ്ടാകും, എത്രയധികം കരഞ്ഞിട്ടുണ്ടാകും. ആദിയും ഭീതിയും നിറഞ്ഞ എത്രയെത്ര ദിവസങ്ങൾ. ഇവർക്ക് ശരിക്കുള്ള മാനസികാരോഗ്യം വീണ്ടുകിട്ടാൻ ഒരുപക്ഷെ മാസങ്ങൾ വേണ്ടി വന്നേക്കും. നല്ല ശ്രദ്ധ വേണം. കേസ് ജയിച്ചതോടെ ഞാൻ കൈ കഴുകിയെന്ന് ധരിക്കണ്ട. എൻ്റെ എല്ലാ സഹായങ്ങളും ഇനിയും ഉണ്ടാകും. വിമല നമ്രശസ്തിയായി നിന്ന് കേട്ടു. ശ്രീനി എവിടെ? കണ്ടില്ലേ? ജയശങ്കർ ചോദിച്ചു. കണ്ടു. എവിടെ? അയാൾ എന്തു പറയുന്നു? എത്രയും വേഗം വക്കീൽ ഫീസും ഇതുവരെ ചെലവായ രൂപയും കൊടുക്കണമെന്ന്. വിമല വിങ്ങിപ്പൊട്ടി. ഓഹോ, അത് ശരി. ജയശങ്കർ ഒരു നിമിഷം എന്തോ ആലോചിച്ചു. എന്നിട്ട് നിർദ്ദേശിച്ചു. വിമല ജീപ്പിൽ കയറൂ, ഞാൻ കൊണ്ടുവിടാം. പകൽ മുഴുവൻ ജയശങ്കർ ശ്രീനിവാസനെ അന്വേഷിക്കുകയായിരുന്നു. വക്കീൽ ഓഫീസിലും വീട്ടിലും പലതവണ വിളിച്ചു നോക്കി. ഓഫീസിൽ ചെന്നിട്ടില്ലെന്ന് സുഗുണൻ അറിയിച്ചു. വീട്ടിൽ ആരും ഫോൺ എടുക്കുന്നില്ല. രാത്രി 10 മണിക്കും ജയശങ്കർ വീട്ടിലേക്ക് ഡയൽ ചെയ്യുകയുണ്ടായി. 11 മണിയായി. ജയശങ്കർ ഉറങ്ങാൻ കിടന്നതേയുള്ളൂ. അപ്പോൾ കേൾക്കാം ടെലിഫോൺ മണിയൊച്ച. അയാൾ എഴുന്നേറ്റ് ചെന്ന് റിസീവർ എടുത്തു. ഹലോ, ശ്രീനിയാണെടോ. DYSP ഏമാനെ. താൻ എവിടെ പോയി കിടക്കുമായിരുന്നു? തന്നെ അന്വേഷിക്കാത്ത സ്ഥലമില്ല. 10 മണിക്കും വീട്ടിൽ വിളിച്ചു. ഞാൻ ഇവിടെയാ, ബാറിൽ. കാവേരി. ഓഹോ, എന്നിട്ട്? ഇവന്മാരെന്നെ വിടുന്നില്ല. താൻ ഇവിടം വരെ ഒന്ന് വാ. എന്തിന്? വാടോ, അല്ലാതെ രക്ഷയില്ല. മറുവശത്ത് ഫോൺ വെച്ച് കഴിഞ്ഞു. ആ നാശം പിടിച്ച വക്കീലിനെ കൊണ്ട് ഞാൻ തോറ്റു. പ്രാകുന്നതുപോലെ പറഞ്ഞുകൊണ്ട് ജയശങ്കർ പെട്ടെന്ന് വേഷം മാറി. ജീപ്പിൽ ഹോട്ടലിൽ എത്തുമ്പോൾ അതിൻ്റെ ഷട്ടർ പാതി താഴ്ത്തിയിട്ടിരിക്കുകയാണ്. സെക്യൂരിറ്റി അത് കുറേ കൂടി ഉയർത്തിക്കൊടുത്തു. തല കുനിച്ച് ജയശങ്കർ അകത്ത് കയറി. കൗണ്ടറിൽ ചോദിച്ചു. ശ്രീനിവാസൻ എന്നൊരാൾ ബാറിലിരിപ്പുണ്ട്. ജയശങ്കർ ചെന്നപ്പോൾ സംഗതി ശരിയാണ്. കസേരയിൽ നല്ലപോലെ ചാരി സിഗരറ്റ് പുകച്ച് കാലുകൾ ഇട്ട് വിറപ്പിച്ച് ശ്രീനിവാസൻ ഇരിക്കുന്നു. മേശമേൽ ഒരു പൈൻറ്റിൻ്റെ പകുതിയും സോഡാ കുപ്പികളും ഗ്ലാസുകളും. ജയശങ്കറെ കണ്ടത് ശ്രീനിവാസനെതിരെയുള്ള കസേരയിൽ ഇരിക്കാൻ ആംഗ്യം കാട്ടി. എന്തു പറ്റിയടോ? എഴുന്നേൽക്കാൻ വയ്യേ? കസേരയിൽ ഇരുന്നു കൊണ്ട് ജയശങ്കർ ചോദിച്ചു. ഐ ആം ഓൾ റൈറ്റ്. 2 എണ്ണം വീശുന്നോ? ഒഴിക്കട്ടെ? വേണ്ട, ഒരെണ്ണം ഒഴിക്കടോ. ഒന്നുമല്ലേലും നമ്മൾ ബോംബെ വെച്ച് കണ്ട പരിചയമെങ്കിലും കാണിക്കണ്ടേ? ശ്രീനിവാസൻ ഗ്ലാസ്സിൽ മദ്യം പകർന്നു. പുറകെ സോഡയും. അത് ജയശങ്കറിൻ്റെ മുന്നിലേക്ക് നീക്കി വെച്ചു. എന്താ തൻ്റെ പ്രശ്നം? ജയശങ്കർ ചോദിച്ചു. അതെ, നമ്മൾ കേസൊക്കെ ജയിച്ച ദിവസമല്ലേ? ഞാൻ ഉച്ചതിരിഞ്ഞപ്പോൾ മുതൽ ആഘോഷിച്ചിറങ്ങി വരികയാ. ആദ്യം ഷാലിമാറിൽ കയറി വീശി. കമ്പനി ഉണ്ടായിരുന്നു. പിന്നെ മെട്രോയിൽ. അത് കഴിഞ്ഞ് വൃന്ദാവനിൽ. വീട്ടിലേക്ക് പോയേക്കാമെന്ന് വെച്ച് വരുമ്പോഴാ കാവേരിന്ന് വലിയ ചുവന്ന അക്ഷരത്തിൽ. എന്നാൽ പിന്നെ ഇവിടെ ഒന്ന് കയറാമെന്ന് വെച്ചു. എന്നിട്ട് അവസാനം ബില്ല് കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് കാശ് തികയത്തില്ല. പലയിടത്തും കയറി ഇറങ്ങി പോക്കറ്റിൻ്റെ കനം കുറഞ്ഞു പോയി. അത്രയേ ഉള്ളൂ. ജയശങ്കറിൻ്റെ മുഖം ചുവന്നു. വേറെ വല്ലതും പറയാനുണ്ടോ? കടം പറയാനൊക്കുവോ? നാണക്കേടല്ലേടോ? എനിക്കൊരു അഭിമാനമില്ലേ? ഈ നാട്ടിലെ ജനങ്ങളുടെ അന്തസ്സും അഭിമാനവും സംരക്ഷിക്കേണ്ടത് ആരാ? പോലീസുകാർ. ജയശങ്കറിൻ്റെ കൃത്യമായ നോട്ടമേറ്റ് ശ്രീനിവാസനൊന്ന് പരിങ്ങി. ചൂണ്ടുവിരൽ കൊണ്ട് തല ചൊറിഞ്ഞു. കുറേ നിമിഷത്തെ മൗനം. ശരി, ബില്ല് കൊട്. രൂപ എടുത്തുകൊണ്ട് വരാൻ താൻ പറഞ്ഞോ? അത് സാരമില്ല, ഞാൻ വീട്ടിൽ ചെന്ന് എടുത്തുകൊണ്ട് വരാം. അതുവരെ താൻ ഇവിടെ നിന്നിരുന്നാൽ മതി. യവന്മാരുടെ ഒരു വിശ്വാസത്തിന്. ജയശങ്കറിൻ്റെ തുറച്ചുനോട്ടത്തിന് രൂക്ഷതയേറുന്നത് കണ്ട് വക്കീൽ തിരുത്തി. അല്ലെങ്കിൽ ഞാനിരിക്കാം, ഏമാൻ പോയി എടുത്തോണ്ട് വാ. ജയശങ്കർ മേശയിലേക്ക് നോക്കി. ബാർ ബില്ല് സോസറിൽ പെരുംജീരകത്തിന് മീതെ ഇരിപ്പുണ്ട്. ഇനി ബില്ല് വല്ലതും വരാനുണ്ടോ? എവിടെ? ജയശങ്കർ ശ്രീനിവാസൻ ഒഴിച്ചു വെച്ച ഗ്ലാസ് എടുത്ത് ഒറ്റ വലിക്ക് മൂന്തി. പുറം കൈകൊണ്ട് ചുണ്ട് തുടച്ചു. താൻ ആ പെൺപിള്ളയോട് വക്കീൽ ഫീസ് വേണമെന്ന് പറഞ്ഞോ? ഒന്ന് വിരട്ടിയേക്കാമെന്ന് വെച്ചു. ജയശങ്കർ പുഞ്ചിരിച്ചു. അല്ല, സീരിയസ് ആയിട്ട് ചോദിക്കുക ഞാൻ. അവരുടെ കാര്യം ഇനി എങ്ങനെയാ? ആലംബമില്ലാത്ത ഒരമ്മ, 3 പിഞ്ചു കുഞ്ഞുങ്ങൾ, ഏതോ വീട്ടിൽ താമസം. അതെത്ര നാൾ? ശ്രീനിവാസൻ കൈമലർത്തി. അവർക്ക് അവരുടെ പാട്, എനിക്ക് എൻ്റെ പാട്. അത് ശരി. അപ്പോൾ താൻ ആ കേസ് വിട്ടു? തന്നെ സംബന്ധിച്ചിടത്തോളം മനുഷ്യരും ജീവിതവും ഒക്കെ വെറും കേസുകൾ മാത്രം അല്ലേ? അടുത്ത കേസ് വല്ലതുമായോ വക്കീലെ? ജയശങ്കറിൻ്റെ പരിഹാസം നിറഞ്ഞ ചോദ്യത്തിലേക്ക്, നിന്ദാഹാസം നിറഞ്ഞ മുഖത്തേക്ക് ശ്രീനിവാസൻ ദൃഷ്ടികൾ ഊന്നി. കുപ്പിയിൽ ബാക്കിയുണ്ടായിരുന്നതെടുത്ത് നേരെ വായിലേക്ക് കമഴ്ത്തി. എടോ പോലീസുകാരാ,
എൻ്റെ മനസ്സിൽ അവരുടെ സ്ഥാനം എന്താണെന്ന് തനിക്കറിയാമോ? ശ്രീനിവാസൻ്റെ സ്വരം ഹൃദയത്തിൽ നിന്നാണ് വരുന്നതെന്ന് ജയശങ്കറിന് തോന്നി. ആ 3 കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് രാപ്പകലെന്നില്ലാതെ കഷ്ടപ്പെട്ട് അവരെക്കുറിച്ച് തന്നെ സദാസമയം ചിന്തിച്ച് എന്നും അവരുടെ കരച്ചിലും ചിരിയും സ്വപ്നം കണ്ട് മനസ്സിൽ അവരെൻ്റെ മക്കളായി പോയടോ. ജയശങ്കർ ശ്രീനിവാസൻ്റെ വികാരാധീനമായ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. ഇന്നലെ രാത്രി ഉഷയോട് ഞാൻ ചോദിച്ചു, നീ പ്രസവിക്കാൻ ആശിച്ച നമ്മുടെ മക്കളെ ഞാൻ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വരട്ടെ എന്ന്. അവൾക്ക് വലിയ സന്തോഷമായി. ശ്രീനിവാസൻ കസേരയുടെ പിന്നിലേക്ക് ശിരസ് മലർത്തി വെച്ച് അനങ്ങാതെ വീർപ്പടക്കിയിരുന്നു. ടേബിളിന് മീതെ ഇരുന്ന അയാളുടെ കയ്യിൽ വിരലുകളിൽ തെരുപ്പിടിപ്പിച്ചുകൊണ്ട് ജയശങ്കർ ശബ്ദം താഴ്ത്തി ചോദിച്ചു. ശ്രീനിവാസൻ ശിരസ് നേരെയാക്കി ഒന്നും മിണ്ടാതെ ജയശങ്കറെ തന്നെ നോക്കി. അവരറിഞ്ഞോ? അയാൾ കൈമലർത്തി. തനിക്കൊന്ന് സൂചിപ്പിക്കാമായിരുന്നു. അവൾ ആ കുട്ടികളോടൊപ്പം ആനന്ദിക്കുകയാണ്. ആനന്ദിക്കട്ടെ, ഇനിയും സമയമുണ്ടല്ലോ. ജയശങ്കർ അയാളുടെ കൈ പിടിച്ചമർത്തി മെല്ലെ തല കുലുക്കുകയും ചെയ്തു. നോവൽ അവസാനിച്ചു. എല്ലാവർക്കും നന്ദി.